മനുഷ്യരും കോഴികളുമായുള്ള ചങ്ങാത്തം ചരിത്രാതീത കാലം മുതൽ തുടങ്ങിയതാണ്. ഏഷ്യയിലെ കാട്ടുകോഴികളിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്തതാണ് ഇന്നത്തെ നാട്ടുകോഴികൾ. പണ്ട് കാലത്ത് കോഴികളെ വളർത്തിയിരുന്നത് അംഗം വെട്ടാനായിരുന്നു. പൊരുതാനും കൊത്തുകൂടാനുമുള്ള പൂവൻ കോഴികളുടെ സ്വഭാവം മുതലെടുത്ത് ഇവയെ കോഴിപ്പാറിനായി വ്യാപകമായി ഉപയോഗിച്ചു പോന്നു. ആളുകളെ വളരെയധികം രസിപ്പിച്ചിരുന്ന ഒരു വിനോദമായിരുന്നു കോഴിപ്പോര്. പിന്നീട് പല രാജ്യങ്ങളും കോഴിപ്പോര് നിയമം മൂലം നിരോധിച്ചു. കോഴി മുട്ടയും മാംസവും വളരെ പോഷകമൂല്യമുള്ള ആഹാര സാധനങ്ങളാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതോടുകൂടിയാണ് കോഴികളെ മുട്ടയ്ക്കും മാംസത്തിനുമായി വളർത്താൻ തുടങ്ങിയത്. ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോഴികളെ വീടുകളിൽ ഇണക്കി വളർത്തിയിരുന്നു. ഇന്ന് ലോകത്താകമാനം 1000 കോടിയിലേറെ കോഴികളെ വളർത്തുന്നുണ്ട്. ശാസ്ത്രീയമായ പ്രജനന പ്രക്രിയകൾ വഴി കാട്ടുകോഴികളിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്തതാണ് ഇന്ന് നാട്ടിൽ കാണുന്ന വിവിധ ഇനം കോഴികൾ. ഇന്ത്യയും അയൽരാജ്യങ്ങളുമാണ് ഈ കാട്ടുകോഴികളുടെ തറവാടെങ്കിലും ഇന്ത്യയിൽ കോഴി വളർത്തലിന് പ്രചാരം ശ്രദ്ധിച്ചിട്ട് ഏറെക്കാലമൊന്നും ആയില്ല. വിദേശ ക്രിസ്ത്യൻ മിഷനറിമാരാണ് ഇവിടെ ശാസ്ത്രീയമായ കോഴി വളർത്തലിന് പ്രചാരവും നൽകിയത്. ഈ മിഷനറിമാർ അവരവരുടെ നാടുകളിലെ കോഴികളെ ഇവിടെ എത്തിക്കുകയും അവയെ എങ്ങനെ ശാസ്ത്രീയമായി പരിപാലിക്കാമെന്നും ആദായകരമായി വളർത്താമെന്നും നമ്മുടെ നാട്ടുകാരെ പഠിപ്പിച്ചു. ശുദ്ധജനുസുകളുടെ വരവോടെ മുട്ട ഉൽപാദനവും മാംസോൽപാദനവും വർദ്ധിച്ചെങ്കിലും കോഴി വസന്ത, കോഴി വസൂരി, മാരക്സ് മുതലായ മാരക രോഗങ്ങൾ കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. ക്രമേണ ഇവയ്ക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കണ്ടുപിടിക്കുകയും ഈ രോഗങ്ങളെ വരുതിയിലാക്കുകയും ചെയ്തു. ശുദ്ധജനുസുകളായ റോഡ് ഐലൻഡ് റെഡ്, വൈറ്റ് ലഗോൺ, ന്യൂ ഹാംഷെയർ, വൈറ്റ് കോർണിഷ് മുതലായ ഇനങ്ങളെയാണ് നമ്മൾ ആദ്യമായി ഇവിടെ വളർത്തിയത്. ഇവയിൽ നിന്നും മുട്ടയ്ക്കും മാംസത്തിനും വെവ്വേറെ ഇനങ്ങളെ നമ്മൾ ഉരുത്തിരിച്ചെടുത്തു. ലോകത്തെ മുട്ടയുൽപാദനത്തിന് ഏറ്റവും മികച്ച ഇനമാണ് വൈറ്റ് ലഗോൺ. ഇവയുടെ വരവോടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മുട്ട ഉൽപാദനത്തിന് വളരെയേറെ പ്രചോദനം ലഭിച്ചു. കോഴി വളർത്തലിന് കേന്ദ്ര സർക്കാർ വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കോഴി വളർത്തൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഡീപ് ലിറ്റർ രീതിയിലുള്ള കോഴി വളർത്തലിന് പ്രചാരം ശ്രദ്ധിക്കുകയും മികച്ച കോഴിക്കുഞ്ഞുങ്ങളെയും സമീകൃത ആഹാരവും ലഭ്യമാക്കുകയും ചെയ്തതോടുകൂടി പൊതുമേഖലയോടൊപ്പം സ്വകാര്യ മേഖലയും കോഴി വളർത്തൽ രംഗത്തേക്ക് കടന്നു വന്നു. ഇന്ന് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും കോഴി വളർത്തലിന് വളരെയേറെ പുരോഗതിയുണ്ട്. കോഴിയെ വളർത്താൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യമുള്ള ആർക്കും ഇന്ന് മികച്ച ഇനം മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളും ഇറച്ചി കോഴിക്കുഞ്ഞുങ്ങളും സമീകൃത ആഹാരവും അറിവ് പകരാനായി പരിശീലന കേന്ദ്രങ്ങളും സാമ്പത്തിക സഹായം നൽകുന്നതിനായി സ്ഥാപനങ്ങളും ലഭ്യമാണ്. ഇന്ത്യയിലെ മുട്ടയുത്പാദനം 1961 2881 ദശലക്ഷമായിരുന്നത് 96 ആയപ്പോഴത്തേക്കും 30,000 ദശലക്ഷം ആയി. 1971 വെറും 4 ദശലക്ഷമായിരുന്ന മാംസോൽപാദനം 96 ആയപ്പോഴേക്കും 400 ദശലക്ഷമായി ഉയർന്നു. കേരളത്തിൽ മുട്ടയുൽപാദനവും ഇറച്ചി ഉൽപാദനവും വർദ്ധിക്കുന്നതിനോടൊപ്പം ഇവയുടെ ഉപയോഗവും വർദ്ധിക്കുന്നത് വളരെ ആശാവഹമായ കാര്യമാണ്. പക്ഷേ കേരളം മുട്ടയിലും മാംസത്തിലും സ്വയം പര്യാപ്തമാകണമെങ്കിൽ ഇനിയും ഒട്ടേറെ മുന്നേറാനുണ്ട്. മിക്ക ഭക്ഷ്യവസ്തുക്കളുടെയും കാര്യത്തിൽ എന്നതുപോലെ മുട്ടയുടെയും ഇറച്ചിയുടെയും കാര്യത്തിലും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ മുട്ടയും ഇറച്ചിയും വിറ്റ് ലാഭം കൊയ്യുന്നത് അന്യ സംസ്ഥാനങ്ങളാണ്. നമ്മുടെ കർഷകർക്ക് വർദ്ധിച്ച തീറ്റച്ചെലവാണ് വല്ലാത്ത ഒരു തടസ്സമായി നിൽക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ മുട്ടക്കോഴികളെയും ഇറച്ചിക്കോഴികളെയും വളർത്തുമ്പോൾ ശാസ്ത്രീയമായ പരിപാലന മുറകൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കോഴികളുടെ പാർപ്പിടം, അവയുടെ പരിപാലനം, അവയുടെ രോഗങ്ങൾ, അവയുടെ വിപണനം
അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പരിപാലന മുറകളിലെ ചെറിയ പാളിച്ച പോലും വൻ നഷ്ടം വീട്ടമ്മമാർക്കും തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്കും കടന്നു വരാവുന്ന ഒരു മേഖലയാണ് കോഴി വളർത്തൽ. ഇതിന് കാരണം നമ്മുടെ കേരളത്തിൽ വളരെ നല്ലൊരു വിപണിയുള്ള ഒരു മേഖലയാണിത്. പക്ഷേ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും അത്യാവശ്യമാണെന്ന് മാത്രം.